മനസ്സെന്നാവട്ടെ. എൻ്റെ പേര് കേദാർനാഥ്. ഞാൻ നിത്യാനന്ദ പോളിടെക്നിക്കിൽ ഓട്ടോമൊബൈൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇവിടെ ആനന്ദാശ്രമത്തിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ നിന്നൊരു പോസിറ്റീവ് വൈബാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രുക്മിണി മാം നമ്മളെ ടൂറിൽ കൊണ്ടുപോയി ആനന്ദാശ്രമം ചുറ്റിക്കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സാറിൻ്റെ 2 മണിക്കൂർ സെക്ഷൻ ഉണ്ടായിരുന്നു. അതിന് മനുഷ്യരെന്താണെന്നും എങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്നാണ് ആ ക്ലാസ്സിനെ പറ്റി മൊത്തത്തിൽ പറഞ്ഞു തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പറയാൻ മനസ്സെന്നാവട്ടെ. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൻ്റെ സെക്കൻഡ് ഇയർ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയാണ്. ഇന്ന് എനിക്ക് ആനന്ദാശ്രമം കുറേ കാലമായി ഞാൻ സന്ദർശിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് സന്ദർശിക്കാൻ പറ്റി. ഒരു ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ശ്രീധരൻ സാറിൻ്റെ ക്ലാസ്സായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ. അപ്പം ക്ലാസ്സിൽ എനിക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാവണം, ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം, ബാക്കി സമയക്രമം, പഠനക്രമം, ഒരു മനുഷ്യൻ ബാക്കിയുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ എന്നിവയൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം എല്ലാവരും ആനന്ദാശ്രമം സന്ദർശിക്കണം. ഇവിടെ വേണ്ട സഹായങ്ങൾ നൽകണം. എൻ്റെ പേര് ദിൻഷ. ഞാൻ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവിടെ സാറിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു. സാറ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ അങ്ങനെ പ്രശ്നം എത്തിക്കാനല്ല, അതായത് നമുക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് കേട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീ ടു വി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് എന്നുള്ളൊരു അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് തരത്തിലുള്ള ടൈമിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനും കൂടി സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ SMBTC കാഞ്ഞങ്ങാട് വരുന്നു. ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം അതിനെക്കുറിച്ചിട്ടെല്ലാം മനസ്സിലാക്കാൻ പറ്റി. മറ്റുള്ളവരോട് സംസാരിക്കണം, എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ചുകൂടാ, ഏതെല്ലാം തരത്തിൽ അവരോട് സംസാരിക്കണം അതെല്ലാം മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മുടെ കുടുംബങ്ങളോടും വീട്ടുകാരോടും അനിയത്തിമാരും ഏട്ടന്മാരോടും അവരോടുള്ള കടമകളെല്ലാം മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ആ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റി. പേര് ഷൈജി ജോസ്. ഞാൻ നിത്യാനന്ദ പോളിടെക്നിക്കിലെ NSS പ്രോഗ്രാം ഓഫീസറായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെയും കൂടി ഇവിടെ വന്നപ്പം ഒരുപാട് നല്ല അനുഭവമായിരുന്നു. കാരണം നമ്മളുടെ കുട്ടികളെല്ലാം ഈ പണകുടുംബങ്ങളിൽ നിന്ന് വരുന്ന 1-2 കുട്ടികൾ മാത്രമുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു അവസരം കിട്ടിയത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം തന്നിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ചിന്ത മാറ്റാനും അതുപോലെ മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യാനുമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സാറിൻ്റെ ക്ലാസ്സിൽ കൂടെ കിട്ടി. അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു മെസ്സേജ് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ സാർ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു സെഷനായിരുന്നു. മീ ടു വി എന്നുള്ള കൺസെപ്റ്റ്. ആ ഒരു സെഷൻ. രണ്ടാമത്തെ സെഷൻ ടൈം മാനേജ്മെൻറ്റ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴും മൊബൈൽ അഡിക്ഷനും അതുപോലെ സോഷ്യൽ മീഡിയ അഡിക്ഷനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് കുട്ടികളാരും അധികം ബോധവാന്മാരല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ 86,400 സെക്കൻഡ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ സാർ നൽകിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഊഷ്മളമായ സ്വീകരണമായിരുന്നു ആനന്ദാശ്രമത്തിൻ്റെ വഴിയായിട്ട് നമുക്കിവിടെ ലഭിച്ചത്. എല്ലാ കാര്യങ്ങൾക്കും നന്ദി.